വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ എക്സൈസ് കമ്മീഷണർ മന്ത്രി എം ലിജുവുമായി ചർച്ച നടത്തുകയാണ്. നിയമസഭയിലെ ഓഫീസിലേക്ക് എക്സൈസ് കമ്മീഷണറെ മന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി നിശ്ചയിച്ച തീരുമാനം അത് യഥാർത്ഥത്തിൽ സർക്കാരിനകത്തൊരു ഭിന്നതയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ടോ? മന്ത്രി എം ലിജുവിന്റെ ആദ്യത്തെ പ്രതികരണം തന്നെ താൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഇത് ധനപരമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നായിരുന്നു. അദ്ദേഹത്തിന് വലിയ അതൃപ്തിയും അമർഷവും ഉണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ അദ്ദേഹം എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയാണല്ലോ. എന്താണ് ഇതിന്റെ വിവരങ്ങൾ ശ്രീജിത്ത്? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി സ്ലാബുകൾ കുറച്ചതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്ത് മുന്നണിയിലും മന്ത്രിസഭയിലും കടുത്ത ഭിന്നതയുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ മദ്യനയവുമായി ബന്ധപ്പെട്ടും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും ഉള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പ്രതികരണം കൂടി അക്കാര്യത്തിൽ വന്നിരിക്കുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവുവിനെ എക്സൈസ് മന്ത്രി M ലിജു നിയമസഭയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ വിശദാംശങ്ങൾ നേരത്തെ GK സൂചിപ്പിച്ച പോലെ താൻ അറിഞ്ഞില്ല എന്ന പ്രഖ്യാപനം M ലിജു നടത്തിയിരുന്നു. ബജറ്റ് അത് സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണ് എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ബജറ്റ് എന്നുള്ളത് സർക്കാരിൻ്റെ പൊതുവായ ഒരു കാര്യമാണ്. ബജറ്റിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നികുതി ഘടന പ്രഖ്യാപിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ തീരുമാനമായി പുറത്തു വരുന്ന ബജറ്റിലൂടെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു നികുതി ആ കാര്യത്തിൽ മന്ത്രി പ്രകടിപ്പിച്ചത് ക്യാബിനറ്റിൻ്റെ പൊതുതത്വങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വത്തിന് എതിരാണെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും മുന്നണിക്കകത്ത് സജീവമാണ്. എന്നാൽ ഇത് കൂട്ടായൊരു ചർച്ചയില്ലാതെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ പുതിയ നികുതി സ്ലാബ് ഏർപ്പെടുത്തിക്കൊണ്ട് വരുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന അഭിപ്രായവും UDF-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയങ്ങൾ മൂർച്ഛിക്കുകയാണെന്ന കാര്യം പറയാം. ഈ വിഷയത്തിൽ എന്താണ് നടന്നത് എന്ന കാര്യം പരിശോധിക്കാനാണ് ഇപ്പോൾ M ലിജു എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവുവിനെ നിയമസഭയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയെ കാണും M ലിജു ഈ കാര്യം സംസാരിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ചർച്ച എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ VM സുധീരന്റെ കത്ത് മുഖ്യമന്ത്രിക്ക്, അതിന് പിന്നാലെ ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു നയപരമായ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല ജനങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ദൂരീകരിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളർത്ഥം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി മുഖ്യമന്ത്രി VD സതീശനുണ്ട് എന്നാണോ? GK അതിൻ്റെ പരോക്ഷമായ സൂചന അതുതന്നെയാണ്. VM സുധീരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ VD സതീശനെ അകമഴിഞ്ഞ് പിന്തുണച്ച ആളാണ്. മാത്രമല്ല സതീശന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്ന കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ഹൈക്കമാൻഡിനെ കണ്ട ശേഷവും കാണുന്നതിന് മുമ്പുമൊക്കെ തന്നെ പറഞ്ഞ ആളാണ് VM സുധീരൻ. അപ്പോൾ VM സുധീരനെ പോലെ സതീശൻ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ബജറ്റിലെ 2 പ്രഖ്യാപനങ്ങൾക്കെതിരെ രംഗത്ത് വരികയും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന കരിമണൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട മേഖലകളിലും ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയെ ബാധിക്കുന്ന പ്രഖ്യാപനമാണ് ഈ കരിമണൽ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലുണ്ടായ ആശങ്കകൾ സ്വാഭാവികമായും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ശ്രദ്ധയിൽ വരുന്നു. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ സർക്കാർ വരുമ്പോൾ ഇത്തരം ആശങ്കകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ആശങ്കകൾ പരിഹരിക്കപ്പെടും. അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. അപ്പോൾ ചർച്ചകൾ കൂടാതെയാണോ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്, കൂടിയാലോചനകൾ ഇല്ലാതെയാണോ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ള ഒരു വിമർശനം UDF-നകത്തുണ്ട്, അത് കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണങ്ങളാണ് അത് VM സുധീരൻ്റെ കത്തിലായാലും KC വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ പരസ്യമായ പ്രതികരണത്തിലായാലും പുറത്തു വരുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.